എൻ്റെ പേര് ഷംനാഥ്. ഞാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. ഞങ്ങൾ ഈ ഫ്ലാറ്റിൻ്റെ ഞങ്ങളുടെ ജേർണിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പം ബിക്കോസ് വി വർ ലുക്കിംഗ് ഫോർ ഫസ്റ്റ് ഒരു കൺവീനിയൻറ്റ് ലൊക്കേഷൻ. ഞങ്ങളുടെ രണ്ടുപേരുടെയും വർക്ക് പ്ലേസിൻ്റെ ഒരു ബെസ്റ്റ് ഒരു ഐഡിയൽ ലൊക്കേഷനായിരുന്നു നമുക്ക് ഈ ക്രസൻറ്റ് റൈറ്റ് ആൻഡ് പൊട്ടമ്മൽ. ആൻഡ് ഞങ്ങളൊരു 3-4 പ്രോജക്ട്സ് വി ഹാഡ് വെൻറ്റ് ആൻഡ് സീൻ നിയർ ബൈ. And when the first interaction itself with the Crescent team, I think it was with Basant, and that interaction itself was very pleasant. നമുക്ക് ആ ഒരു ആദ്യത്തെ ഇൻട്രാക്ഷനിൽ തന്നെ വി ഗെറ്റ് ടു നോ അബൌട്ട് ദ ക്രസൻറ്റ് ബിൽഡേഴ്സിൻ്റെയും അവരുടെ പിന്നെ പ്രോജക്ട്സ് ആൻഡ് അവരുടെ ഒരു ടീമിനെ പറ്റി നമുക്കൊരു ഐഡിയ ഫ്രം ദ ഫസ്റ്റ് ഔട്ട്സെറ്റ് ഇറ്റ് സെൽഫ് ഞങ്ങൾക്ക് കിട്ടി. ആൻഡ് ആഫ്റ്റർ ഞങ്ങൾ ഫ്ലാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് വൺ ഓഫ് ദ ഞങ്ങൾക്ക് ക്രസൻറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ദ പ്രോജക്റ്റ് വാസ് ഓൾവേസ് ഓൺ ടൈം ആയിരുന്നു. ആൻഡ് കംപ്ലീഷൻസ് വെർ ഓൾവേസ് അപ്ലോഡഡ് മന്ത്ലി ഇൻ ദ സൈറ്റ് ആൻഡ് മെയിൽ ഓൾസോ വാസ് ഗിവൺ ബൈ മിസ് റീജ വെരി ഫ്രീക്വൻ്റ്ലി. എൻ്റെ സിസ്റ്റർ US-ലുള്ള മിസ് ഷെഫീന, ഷി ഹാഡ് ഓൾസോ ടേക്കൺ എ ഫ്ലാറ്റ് ഹിയർ ക്രസൻറ്റ് റൈറ്റനിൽ തന്നെ. And particularly for her, who was very far away, the most plus point was that the communication was always very regular. Every month updates ഉണ്ടായിരുന്നു, പ്രോജക്റ്റ് എത്ര കഴിഞ്ഞു, എത്ര പെൻഡിങ് ഉണ്ട്, ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ഓൺ ട്രാക്ക് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഡിലേഡ് ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഡോക്ടർ ഷഫ്ന, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനസ്തെറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. സോ ഡോക്ടർ ഷംനാഥ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ ബസന്ത് ആയാലും റീജ ആയാലും നമ്മളോട് നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അതുപോലെ നമുക്ക് ഇൻറ്റീരിയർ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇത് കൺസ്ട്രക്റ്റഡ് ആയിട്ടാണ് ഇവിടേക്ക് അപ്രോച്ച് ചെയ്തത്. ആ സമയത്ത് ഇത് ഓപ്പൺ കിച്ചൺ ആയിരുന്നില്ല, ഞങ്ങളൊരു ഓപ്പൺ കിച്ചൺ ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ. സോ അതിൻ്റെ ഡിമോളിഷനായാലും ബാക്കി വർക്ക് ആയാലും കുറേ കട്ട്സും ഡിമോളിഷനും കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഇൻസൈഡ് ദ ഫ്ലാറ്റ്. അതൊക്കെ വളരെ സ്മൂത്തായിട്ടാണ് നടന്നത്. ത്രൂ ദെയർ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് വാസ് വെരി ഗുഡ്. ഞങ്ങളുടെ ഹാൻഡ് ഓവർ വാസ് ഓൾസോ ഓൺ ടൈം ആൻഡ് അമ്യൂണിറ്റീസ് വാസ് ഓൾസോ മെജോറിറ്റി കംപ്ലീറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ബാക്കി ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ കേട്ടിട്ടുണ്ട് മെനി പ്രോജക്ട്സ് ബിക്കോസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഹാൻഡ് ഓവർ അമ്യൂണിറ്റീസ് ഒന്നും കംപ്ലീറ്റഡ് ഒന്നും ആവാറില്ല എന്നുള്ളത്. ആൻഡ് രജിസ്ട്രേഷൻ പ്രോസസ് വാസ് ഓൾസോ ഫൈൻ നമ്മുടെ. ആൻഡ് അനദർ പ്ലസ് പോയിൻറ്റ് വാസ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ ടിൽ ഡേ ഞങ്ങളിപ്പോൾ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു 7 month ആയി. ദ ടീം ഹാസ് ഓൾവേസ് ബീൻ ദ സെയിം. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ മാറുന്നതോ പുതിയ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ ഒന്നുമില്ല. ദ ക്രസൻറ്റ് ടീം ഹാസ് ഓൾവേസ് ബീൻ ദ സെയിം ഫ്രം അവർ ജേർണി സ്റ്റാർട്ട് ഇറ്റ് സെൽഫ്. ആൻഡ് ദ റെസ്റ്റ് ഐ തിങ്ക് വി ആസ് എ ഫാമിലി വി ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് ക്രസൻറ്റ് ബിൽഡേഴ്സ് ആൻഡ് വി വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ടു അവർ ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് ഓർ എനിവൺ ഹു ഈസ് ലുക്കിംഗ് ഫോർ എ ന്യൂ ഫ്ലാറ്റ് ഇൻ കാലിക്കറ്റ്.